യെസ്, കണ്ണൂർ DCCക്ക് അടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലേക്ക് ഒരാൾ ഓടിക്കയറിയിട്ടുണ്ട്. പോലീസും നാട്ടുകാരും എന്തായാലും പിന്നാലെയുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. അതിനകത്തേക്ക് ഇയാൾ ഓടിക്കയറി. അത് ഗോവിന്ദച്ചാമിയാണോ എന്നറിയില്ല. പക്ഷേ ഗോവിന്ദച്ചാമിയെ പോലെ ഒരാളാണ്. ഒരു കൈയില്ല, കറുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നുകയും അത് തിരക്കിയപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. പിന്നാലെ തന്നെ നാട്ടുകാരുണ്ട്. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ സുനിൽ ഐസക് നൽകും. സുനിൽ, എന്തായി? ഗോവിന്ദച്ചാമിയാണോ അത്? എന്താണ് വിവരങ്ങൾ? നമുക്കത് ഉറപ്പിക്കാനായിട്ടില്ല. കാരണം ഇയാൾ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. അതായത് കണ്ണൂർ AKG ആശുപത്രിയുടെ അവിടെ നിന്ന് DCC ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് 2-3 ആളുകൾ, നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് ബൈക്കിൽ കണ്ടിരുന്നു, ഒരു വിനോദ് എന്ന് പറയുന്ന ആളും ഒപ്പം മറ്റ് 2-3 ചില ആളുകളും അവര് ഇങ്ങനെ സംശയമുള്ള ഒരാളെ കാണുന്നു. അയാൾക്ക് ഇടത് കൈ ഇല്ല എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ദൃക്സാക്ഷികൾ പറഞ്ഞത് അത് ഒരു കൈ, ഒരു തുണി കൊണ്ട് കൈ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. കൈയും തലയും തുണി ഉപയോഗിച്ച് കെട്ടിവെച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ദൃക്സാക്ഷി പറയുന്നത്. എന്തായാലും പക്ഷേ കമ്മീഷണർ പറഞ്ഞത് കറുത്ത വസ്ത്രം ധരിച്ച ആണ് അയാൾ രക്ഷപ്പെട്ടതെന്നാണ്. പക്ഷേ ഈ കണ്ട ആളുകൾ പറയുന്നത് അയാൾ ധരിച്ചിരുന്നത് കറുത്ത പാന്റും മറ്റൊരു ഒരു റോസ് കളറിലുള്ള ഒരു ഷർട്ട് പോലെ ഒരു സംഭവം. അതായത് അത്ര ക്ലാരിറ്റിയോടുകൂടി അവർക്കത് പറയാൻ കഴിയുന്നില്ല. അതാണ് ധരിച്ചിരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും പക്ഷേ ഇതിലൊരു സംശയം ഉണ്ടാവേണ്ട കാര്യം, ഈ DCC ഓഫീസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശമുണ്ട് ഇവിടെ. ആ പ്രദേശത്തിന്റെ അവിടെ വെച്ചാണ് ഇയാളെ നാട്ടുകാർ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ഗോവിന്ദച്ചാമിയാണോ എന്ന് സംശയം ഉന്നയിക്കുന്നത്. ആ സമയത്ത് പക്ഷേ അയാൾ ഓടി ഇവിടെ കാടിനുള്ളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെ പോലീസ് എത്തി, നാട്ടുകാരും ഇയാളെ ഓടിച്ചു. ഇതിന്റെ പിൻഭാഗം വലിയ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശമാണ്. ആ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്തേക്ക് ഇയാൾ ഓടി കയറിയിട്ടുണ്ട്. പക്ഷെ ആലോചിക്കേണ്ട കാര്യം, വളരെ അനായാസം അയാൾ ആ മതിൽ ചാടിക്കടന്ന് അയാൾ അകത്ത് കയറിയിട്ടുണ്ട്, കാടിനകത്ത് കയറിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് പക്ഷേ അയാൾ ജസ്റ്റ് വാനിഷ്ടാണ്. അയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഈ പ്രദേശത്തിന്റെ 4 ഭാഗത്തുനിന്നും പോലീസ് ഇപ്പോൾ വളഞ്ഞിട്ടുണ്ട്. പോലീസ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരിട്ട് നമുക്ക് ഇതിനപ്പുറത്തേക്ക് കടന്ന് നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. കാരണം അത്യാവശ്യം ഉയരമുള്ള മതിലാണ്. ആ മതിൽ ചാടിക്കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് കടക്കുക എന്നത് അത്രമേൽ ഈസിയായ കാര്യമല്ല. പക്ഷെ അയാൾ അത് ചാടിക്കടന്ന് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിനുള്ളിൽ വലിയ അപകടകരമായ ഒരു കാട് കൂടിയാണിത്. കാരണം എത്രയോ കാലമായി, നൂറ്റാണ്ടുകളായി എനിക്ക് തോന്നുന്നു. അപ്പോ റോഡിന്റെ ഇട സൈഡ് ചേർന്നിട്ട് ഒരാൾ ഫുൾ സ്ലീവ് ഷർട്ടുമായിട്ട് പാന്റ് ഇട്ടിട്ട് ഒരു ബാണ്ടക്കെട്ട് മാതിരി ഒരാൾ കയ്യിൽ പിടിച്ച് നടന്നു വരുന്നു. അപ്പൊ രാവിലെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ചെറിയ സംശയം തോന്നി. അപ്പൊ ഞാൻ ഇദ്ദേഹം ഉണ്ടായിരുന്നു, ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു ഇതാ ഇന്ന ആളാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് കൈ ഇട്ടായിരുന്നില്ലേ, കൈ ഒരു തുണി ബാണ്ടക്കെട്ട് മാതിരി കൈ അതിനുള്ളിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പോ ഞങ്ങൾ ഉടനെ തന്നെ നിർത്തിയിട്ട് ഇവിടം വരെ വന്നു. അപ്പൊ ഇവിടം വരെ എത്തി ആൾ, ഈ ആംബുലൻസ് കിടക്കുന്ന സ്ഥലം വരെ എത്തി. അപ്പൊ ചോദിക്കുമ്പോഴേക്കും ആള് നിക്കടാന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ അല്ലല്ല കറുപ്പല്ല ഒരു ലൈറ്റ് ആയിട്ട് കള്ളി യെസ്, കറുത്ത ഷർട്ടല്ല, കള്ളി ഷർട്ടാണ്, ചെക്ക് ഷർട്ടാണ് ഗോവിന്ദച്ചാമി ധരിച്ചത്. അയാൾക്ക് ഒരു കൈ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് തുണിയോ മറ്റോ ചുറ്റിക്കെട്ടി ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ വലിയ ജാഗ്രത തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽ വന്നതിന് പിന്നാലെ തന്നെയാണ് ജനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തിയത്. അപ്പോൾ ഗോവിന്ദച്ചാമിയെ പോലെ ഒരാളെ കണ്ടപ്പോൾ അവർ അക്കാര്യം പരിശോധിക്കുകയും പോലീസിന് വിവരം നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കണ്ണൂർ DCCക്ക് അടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലേക്ക് ഒരാൾ ഓടിക്കയറിയിട്ടുണ്ട്. അത് പക്ഷേ ഗോവിന്ദച്ചാമിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അതുപോലെ ഒരാളാണ്, ഈ പറഞ്ഞതുപോലെയുള്ള വസ്ത്രമാണ്, ഒരു കൈയില്ല. അതുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരും പോലീസും ഇപ്പോൾ ഫോളോ ചെയ്തു വരികയാണ്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇപ്പോൾ അയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഈ പറമ്പിനുള്ളിലേക്ക് അകത്ത് കയറിയിരിക്കുകയാണോ? പുറകെ പോലീസും നാട്ടുകാരും ഇല്ലേ? പിന്നെ നമുക്ക് അയാളെ കാണാൻ കഴിയുന്നില്ല. കാരണം ഇയാൾ ഓടി ഇതിനകത്തേക്ക് കയറി എന്ന ദൃക്സാക്ഷികളുടെ വിവരം മാത്രമാണുള്ളത്. അതായത് ഇയാൾ ഈ റോഡിലൂടെ ഓടി എത്തുന്നത് കണ്ട ആളുകളുണ്ട്. റോഡിലൂടെ ഓടി ഈ കാടിനുള്ളിലേക്ക് കാടുന്നത് കണ്ട ആളുകളുണ്ട്, ദൃക്സാക്ഷികളുണ്ട്. അവിടേക്കാണ് പോലീസ് സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കണ്ണൂർ സിറ്റി CIയുടെ SHOയുടെ നേതൃത്വത്തിൽ, ഒപ്പം കണ്ണൂർ ടൗൺ SI ദീപ്തി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തി ഇപ്പോൾ പരിശോധന ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷെ അവരെ പോലീസിനെ സംബന്ധിച്ചും ഈ കാടിനുള്ളിലേക്ക് കടന്ന് പരിശോധന നടത്തുക എന്നുള്ളത് അത്ര ആയാസകരമായ കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് കടക്കണം. അത് വലിയ കാട് പിടിച്ച പാമ്പുകളൊക്കെയുള്ള ക്ഷുദ്രജീവികളൊക്കെയുള്ള സാധ്യതയുള്ള വലിയ ഒരു അപകടം പിടിച്ച സ്ഥലമാണ്. ആ അപകടം പിടിച്ച സ്ഥലത്തേക്ക് ഇറങ്ങി പരിശോധന നടത്തൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പോലീസ് ഈ ഭാഗം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിന്റെ 3 ഭാഗത്തുകൂടി ഇതിനൊക്കെ പുറത്തേക്ക് ഇറങ്ങാമെന്നാണ് നമുക്ക് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരം. ഒന്ന്, അവിടെ
ഇവിടെ ചിന്മയ കോളേജിലേക്ക് പോകുന്ന വഴി, ചിന്മയ കോളേജിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. അവിടെ ബ്രൗണീസ് ബേക്കറിയുടെ സൈഡിലൂടെ ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. മറ്റൊന്ന് ഇവിടെ ഹൃദയാരാമിന്റെ ഭാഗത്ത് നിന്ന് സഞ്ജീവനി ആശുപത്രിയുടെ കണ്ണാശുപത്രിയുടെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. ഒന്ന് താഴെ പഴയ ഉണ്ടായിരുന്ന കണ്ണൂർ DCC ഓഫീസ്, CPM ഓഫീസ് ഉണ്ടായിരുന്നു. എന്തായാലും സുനിൽ ഒന്നുറപ്പാണ്, അത് ഗോവിന്ദചാമിയാണ് എങ്കിൽ ഇപ്പോഴുള്ള ഈ പോലീസ് വലയത്തിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമാകില്ല, നടക്കില്ല. വളരെ വേഗത്തിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞേക്കുമെന്ന് തന്നെ കരുതാം അല്ലേ? സാക്ഷികളുടെ മൊഴി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മൊഴി അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത് സംബന്ധിച്ച സ്ഥിരീകരണം ഇപ്പോഴും ഉണ്ടാവുന്നില്ല. പോലീസ് എവിടെയുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ ദൃക്സാക്ഷി പറഞ്ഞതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ അതിനേക്കാൾ കൂടുതലോ കുറഞ്ഞോ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിനും അറിയില്ല. പോലീസും ഈ ഭാഗം പൂർണ്ണമായും ബന്ദോബസ്തിലാക്കിയിട്ടുണ്ട്. അയാളെ പിടികൂടാൻ പറ്റുമോ എന്നുള്ള ശ്രമം പോലീസ്. ശരി, എന്തായാലും നമുക്കറിയില്ല അത് ഗോവിന്ദചാമിയാണോ എന്നറിയില്ല. ഗോവിന്ദചാമി ആകട്ടെ, പിടികൂടാൻ കഴിയട്ടെ. എന്തായാലും ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നത്. ആ ദൃക്സാക്ഷികൾ, അതായത് ഗോവിന്ദചാമിയെ പോലെ ഒരാളെ കണ്ടു എന്ന് പറയുന്നവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. കുറെ ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ പായിക്കുന്നുണ്ട്. പിടി 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 ഗോപി എന്ത് പെട്ടെന്ന് പറയുന്നു, എനിക്ക് പേര് മനസ്സിലായില്ല. പെട്ടെന്ന് പിടി കുറേ ഗോവിന്ദ ഗോപി ഇവിടെ എത്തുമ്പോൾ എനിക്ക് മനസ്സിലായി ഗോവിന്ദ. അപ്പൊക്കെ ഞാൻ കല്ലെടുത്തേക്ക് അപ്പൊക്കെ അയാള് മധുര കയറി തുള്ളിയിരിക്കും അപ്പുറത്തേക്ക്. എന്നിട്ട് ഓ മധുര ഗോവിന്ദ കത്തിയെടുക്കും അങ്ങനെ പറഞ്ഞു. ആ കാട്ടിലേക്ക് തുള്ളി.